ഇറ്റ്സ് മീ അഖില ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന വ്ളോഗാണ് ഗൈസ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്രാവശ്യത്തെ പോക്കിന് ഒരു ചെറിയ ഇൻറ്റൻഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ പുതിയ വണ്ടി എടുത്ത സമയത്ത് അവിടെ കൊണ്ടുപോയിട്ട് വാഹന പൂജ ചെയ്തേക്കാമെന്ന് നമുക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു എക്സൈറ്റിംഗ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം മുമ്പേ ഈ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ. പക്ഷേ ആ പോക്ക് അത്ര അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര മഴയായിരുന്നു. നമ്മളവിടെ ചെന്ന സമയത്ത് ഭയങ്കര മഴയായിട്ട്, അതുമാത്രമല്ല വൈശാഖ മാസം കൂടെ ആയിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് വാഹനപൂജ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു തൃപ്തി ഇല്ലാതെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയും എന്തായാലും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായതല്ലേ, അത് പോയി സാധിക്കണം എന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം ഇവിടുന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താ നമ്മുടെ കാശിക്കൊണ്ട കൈ ഉണ്ടോ? കാശിക്കൊണ്ട കൈ ഇന്നലെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ്, അത് ഇന്നലെ മുതൽ ഇങ്ങനെ ഒരു ചുറ്റി ഇവിടെ പുള്ളിക്കാരനിരിക്കുകയാണ് കേട്ടോ. അത് തൊടാൻ വേണ്ടിയിട്ട് പോലും, അത് എങ്ങനെയാണ് അതിന്റെ മുറിവ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് പോലും പുള്ളിക്കാരൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ രാവിലേട്ടൻ വണ്ടി ഓടിക്കലിന്റെ ആ ഒരു ശ്രദ്ധയിലാണ് കേട്ടോ പുള്ളി. ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പൊ നമുക്ക് നേരെ ഗുരുവായൂർ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളം കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടും പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സദ്യ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ കാശിക്കടം കഴിച്ചില്ല കേട്ടോ, അവന് വിശപ്പില്ലെന്നാണ് പറഞ്ഞത്. നല്ല പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ബാക്കിയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തത്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ ഫൈനലി ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. വരുന്ന വഴി നല്ല ബ്ലോക്ക് ആയിരുന്നു. അത് കാരണം നമ്മൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ ഈവനിങ് 4 മണി 4:30 ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൂമൊക്കെ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ഗുരുവായൂർ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് റൂം ബുക്ക് ചെയ്യുന്നൊരു റെസിഡൻസി ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ട് നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് റൂമിലോട്ട് കയറിയാൽ മതി. ഇവിടെ വന്നിട്ട് അന്വേഷിച്ചൊന്നും നടക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരാളുടെ അവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിൽ ചെന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ എത്തുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വെജ് റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല അടിപൊളി മുരിഞ്ഞ മസാല ദോശയൊക്കെ കിട്ടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആദ്യത്താണ് ഇത്രയും നേരത്തെ അമ്പലത്തിൽ എത്തുന്നത്. കാരണം സാധാരണ നമ്മൾ ഈ ടൈമിലൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ അമ്പലത്തിലോട്ട് വരാറുമില്ല. ഇന്ന് കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അമ്പലത്തിൽ ഈ ഒരു ടൈമിൽ എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഈവനിങ് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ അമ്പലത്തിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. അവിടെ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ തിരിച്ചിറങ്ങാൻ നേരം നല്ല അടിപൊളി പാൽപ്പായസം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഏട്ടനൊരു ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് പോയി പാൽപ്പായസം വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ പാൽപ്പായസം ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ അമ്പലത്തിനടുത്തായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ രാത്രി കഞ്ഞിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ പോയി കിടന്നുറങ്ങാം. രാവിലെ ഇനി അമ്പലത്തിൽ പോകാനുള്ളതാണ് കേട്ടോ. ഹേ ഗൈസ്, അപ്പൊ ഇതാ നമ്മളിവിടെ രാവിലെ കുളിച്ചൊരുങ്ങി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് എന്തായാലും നല്ല തിരക്കായിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം ഇന്ന് ചിങ്ങം ഒന്നാണ്. ഇവിടെ വരുന്നത് വരെ നമുക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എത്തിയതിന് ശേഷം ചാച്ചിയാണ് വീട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഇന്ന് ചിങ്ങം ഒന്നാണ്. അതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും. നേരത്തെ മാക്സിമം പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. 4:30 അലാറം വെച്ചാണ് എണീറ്റ് കുളിച്ചൊരുങ്ങി വന്നപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ചെന്നിട്ട് എങ്ങനെയാണ് ഉള്ളിലെ കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ല. നമുക്ക് മൊബൈല് കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറുന്നതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇവിടെ വന്നതിന് ശേഷം വാഹന പൂജയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ചിങ്ങം ഒന്നായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തില്. ഇത് നമ്മൾ രാവിലെ പോയപ്പോൾ ഉള്ളതല്ല, ഇന്ന് അമ്പലത്തിൽ പട്ടാഭിഷേകം ആയിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെളുപ്പിനെ പോയിട്ടുണ്ടായിരുന്നേ. ഇത് തിരിച്ചു വന്നിട്ടുള്ള വ്യൂസ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് വാഹനപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കിഴക്കേ നടയിലേക്ക് പോകണം കേട്ടോ. അപ്പൊ കുട്ടികളെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വാഹനപൂജയ്ക്ക് വേണ്ടിയിട്ട് കിഴക്കേ നടയിൽ വണ്ടിയായിട്ട് എത്തിയപ്പോഴത്തേക്കും നട അടച്ചു എന്നാണ് പറയുന്നത്. ഇനി ഒരു മണിക്ക് ശേഷം അല്ലേ, 1 മണിക്ക് ശേഷമേ നട തുറക്കത്തുള്ളൂ. ഏകദേശം ഇനി 1 മണിക്കൂറുണ്ട് നട തുറക്കാൻ. ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാ പിന്നെ ആനത്താവളത്തിൽ പോയിട്ട് വന്നാലോ എന്ന് ചെറിയൊരു ഐഡിയ വന്നത്. അപ്പൊ നമ്മൾ ആ റൂട്ടിലോട്ട് വെച്ചു പിടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം സമയം കൊണ്ടേ. അപ്പൊ പോകുന്ന വഴി നല്ല ട്രാഫിക് ആണെന്നാണ് കാണിക്കുന്നത്. പോയിട്ട് ആ ടൈമിനുള്ളിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് വാഹന പൂജയും കൂടെ ചെയ്തിട്ട് വേണം വീട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പോവാം. പണ്ട് കുഞ്ഞായിരുന്നപ്പോഴേ ഗുരുവായൂർ വന്ന സമയത്താണ് നമ്മൾ ലാസ്റ്റ് ആനക്കൊട്ട കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വലുതായിരുന്നപ്പോൾ വന്നതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മ പോലും ഇല്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനൊരു ടൈം കിട്ടിയത് കൊണ്ടാണ് എന്നാ പിന്നെ ഇങ്ങോട്ട് പോയാലോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വീട്ടിലോട്ട് പോകത്തേ ഉള്ളായിരുന്നു കേട്ടോ. എന്ത് ഐശ്വര്യമാണെന്ന് അറിയത്തില്ല. ചെന്ന് കയറി കൊടുത്തപ്പോൾ തന്നെ നല്ല അന്യായ മഴയായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം അവിടെ ബ്ലോക്ക് ആയിപ്പോയി. എന്താണെന്ന് ഒരു പിടുത്തമല്ല ഗൈസ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. ഗൈസ്, നമ്മുടെ ആനത്താവളത്തിലെ സഹവാസം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് കാണാനും മാത്രം ഉണ്ടോ ഒന്നുമില്ല. പിന്നെ കുറച്ച് ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, അത് കണ്ടു. പക്ഷേ ഇതിന് ഏറ്റവും ഡിഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളങ്ങോട്ട് കയറിയപ്പോൾ തന്നെ അടിപൊളി മഴയായിരുന്നു കേട്ടോ. മഴ കാരണം നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. കുറച്ച് നേരം അവിടെ ബ്ലോക്ക് ആയിപ്പോയി. പിന്നെ പെട്ടെന്ന് ഓടി നടന്ന് ആനക്കുട്ടികളെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ എന്താ നേരെ വണ്ടിയുടെ അടുത്തോട്ട് വരികയാണ്. പിന്നെ കാശുകൊണ്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറിയൊരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചുകൊണ്ട് നേരെ അമ്പലത്തിലോട്ട് പോകണം കേട്ടോ. നമ്മുടെ പ്രധാന കാര്യം വാഹന പൂജ, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ വാഹന പൂജയ്ക്ക് മാത്രമായിട്ടൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുകയായിരുന്നു. ഒരു 2 മണിക്കൂർ നമ്മൾ അതിൽ പെട്ടുപോയി കേട്ടോ. പിന്നെ ഈ മഴയും കൂടെ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ മണ്ഡപത്തിലേക്ക് ഇടിച്ചു കയറി നിന്നതുകൊണ്ട് നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാനും പിടിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം സമയത്തിന് ശേഷം നമ്മൾ വന്ന കാര്യം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ വാഹന പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടുണ്ട്. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് നല്ല തിരക്കുള്ള ദിവസം ആയതുകൊണ്ടായിരിക്കണം നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറോളം നമ്മൾ വാഹന പൂജയ്ക്ക് വേണ്ടിയിട്ട് ക്യൂര് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇപ്പൊ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.